അനിയൻ വന്നിട്ട് ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. കല്യാണത്തിന്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പൊ ദാ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ട് ഉപ്പ ഗൾഫിൽ നിന്ന് വന്നു. അവിടെ ഫ്രണ്ട് വണ്ടിയില് പോകുന്നുണ്ട്. ഇപ്പൊ ഇതല്ല, ആ പോകുന്ന കാറില് ഉപ്പിയും പിന്നെ ആരാ മുർഷി, മുബി, ഉമ്മ, മുർഷിയുടെ കുട്ടികളൊക്കെ അതില്. ഇതാ അവിടെ കൊച്ചുമോളുണ്ട്, ബിലാൽമോണ്ട്, കല്യാണച്ചക്കൻ, അതുപോലെ ഞാൻ എൻ്റെ മക്കള് ഒക്കെ ഈ വണ്ടിയിൽ. ഞങ്ങൾ കുറച്ചും കൂടി പർച്ചേസ് ബാക്കിയുണ്ട്. ആ പർച്ചേസിന് വേണ്ടിയിട്ട് പട്ടാമ്പി വഴി പട്ടാമ്പിക്ക് പോവാണ്. ഇനി ബിലാൽ മോനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ആദ്യത്തെയും അവസാനത്തെയും കല്യാണാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സിദ്ദിഖാന്റെ വീട്. അതാ, അതൊക്കെ കാണിക്കണോ? വേണ്ട, അത് കാണിക്കണ്ട. അപ്പൊ നമ്മള് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളിപ്പോ വരാൻ വേണ്ടിട്ട് നമ്മള് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ സർപ്രൈസ് ആയിട്ട് ഇന്ന് രാവിലെയാണ് ഇപ്പൊ എത്തിയത്. അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് അടുത്ത വ്ളോഗ് ആയിട്ട് വരാം. നമ്മളിപ്പോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് ഡ്രസ്സ് എടുക്കേണ്ട വിശേഷങ്ങൾ കാണിക്കാം. ഓക്കെ. നിങ്ങൾ ഈ വണ്ടിയിലെ വരുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പാനെ കാണാൻ ഇപ്പൊ കാറിന്റെ ഉള്ളില് ഞങ്ങൾ ഇവിടെ കയറിറങ്ങി. എല്ലാരും മുറിച്ച് ഇറങ്ങിയാ ഇപ്പാനെ കാണാൻ. ഇപ്പാൻ അതിന്റെ ഉള്ളിൽ കൂടെ ഇതാ പോണു ബിലാൽമോ. ഇപ്പാനെ ഇറക്കിയിട്ടെന്തോ ആ വണ്ടി പാർക്ക് ചെയ്യാൻ ഡ്രൈവർ പോകുന്നു. പറയണ്ട, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിട്ട്? പട്ടാമ്പി ടൗണിലാണ്. അല്ല, നമ്മള് അതല്ല, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോണതിന്റെ മുന്നേ വിശക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ടച്ചപ്പ്. ഡ്രസ്സ് എടുക്കുന്നതിന്റെ മുന്നേ വിശക്കാതിരിക്കാൻ വേണ്ടിട്ട്. സർവിറ്റ് നോക്കാണ് ഫസ്റ്റ്. രണ്ടും കുഴപ്പമില്ലാത്ത എടുക്കാം. കളറുകൾ പൊട്ടിച്ചെടുക്കണ്ട. എന്ത് ഞാൻ ആർക്ക് കാണിച്ചെടുക്കാന്? വീഡിയോ എടുക്കുമ്പോൾ നോക്കണല്ലേ? അവനക്ക് ലൈറ്റ് കളറിനോടാ ഇഷ്ടം. ആ കളർ രസണ്ടാ? ലൈറ്റ് കളറിനോടാ ഇഷ്ടം. ഉമ്മാക്ക് ഡാർക്ക് കളറല്ലേ ഇഷ്ടം. ചുരിദാറാ ഉമ്മക്ക്? അത് ഉമ്മ എന്റെ വക. ഉമ്മയോട് നോക്കാനും ഉമ്മക്കായിരിക്കും. ഇവർക്ക് എന്താണാവോ? വെള്ള ഉമ്മക്ക ഇഷ്ടായി, ഓനിക്ക ഇഷ്ടായില്ല. ഏത്? അപ്പൊ ഉപ്പാക്ക് പറ, ഇപ്പൊക്കെ പറ്റിയിട്ടില്ല. ഇനിയിപ്പൊ എനിക്ക് എന്താ അറിയാ? അത് രസമുണ്ട്, പറഞ്ഞു നമുക്ക് മനസ്സിലാവണ്ടേ? നല്ല വർക്ക് കടപ്പ എടുത്തോന്ന്. അപ്പോ ഇപ്പൊ കണ്ടില്ലേ? അടിയ ബ്ലാക്ക് കാണാൻ രസമുണ്ടല്ലോ. നോട്ടം മുബിയെ ബ്ലാക്ക് രസമുണ്ട്. മാറുന്ന മുർഷിയെ മാറുന്ന. എന്റെ ദുവാക്കുട്ടിനെ കണ്ടിട്ട് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച കുട്ടിയാണ് മോള് അല്ലേ? മിസ്സിന്റെ ഒരു ഉമ്മാട്ടിക്ക. ഓ മാഷാ അല്ലാ. ഞാനെങ്ങനെ വെള്ളമായിട്ട് ഇവിടെ ഇരിക്കാം, മറ്റുള്ളവരൊക്കെ ഡ്രസ്സ് എടുക്കാം അല്ലേ? എൻ്റെ ഉമ്മ നോക്കിയിട്ട് പോണ്. എൻ്റെ ദുവാക്കുട്ടിയാണിത് അല്ലേ? മിസ്സിനെ മറന്നോ? ഇല്ലല്ലോ. ഒരു ഉമ്മ കാട്ടിക്ക. ഇതൊരു കുട്ടി. അന്നെ ഞാൻ വീഡിയോ എടുക്കട്ടെ? നിങ്ങളൊക്കെ ഉണ്ണിനെ ഇഷ്ടപ്പെട്ടാ?
ഈ കുഞ്ഞുണ്ണിനെ ഇഷ്ടപ്പെട്ടാ? നല്ല മാഷാല്ലാ. അങ്ങോട്ട് നോയിക്കാ, ഇത് നോയിക്കാ, ഇങ്ങോട്ട് നോയിക്കാ. ഇഷ്ടപ്പെട്ടാ? അല്ല പച്ചോനെ ഉണ്ണിനെ കടിയിപ്പിച്ച. ഉണ്ണിനെ കടിയിപ്പിച്ച. ചിരിച്ച ഒന്ന് ചിരിച്ച. ഉണ്ണിനെ ഇഷ്ടായി കൊണ്ടാണാ? മുർഷിയെ എൻ്റെ കുട്ടനെ കൊണ്ടുപോകണം. എത്ര കൊടുക്കും? കൊണ്ടുപോകണാ? ഉണ്ണിനെ കൊണ്ടുപോകണ? എൻ്റെ ഉണ്ണിനെ കൊടുക്കട്ടെ? ആ കുട്ടിക്ക് കൊടുക്കട്ടെ? വേണ്ടേ? അത് വേണ്ടെന്ന് അത് വേഗം പറഞ്ഞു. കൊണ്ടേക്കോട്ടെ. ഈ വികൃതിയായിട്ടല്ലേ ഉള്ളേ? വേണ്ടേ? കൊടുക്കാടി നമുക്ക്. എന്താണ് ഇനി കാട്ടു ചേത്ര മുറിച്ചേ? ഇനി അടിക്കുമ്പോ വേണമെങ്കിൽ കുട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞാട്ടാ. അങ്ങനെ ഡ്രസ്സ് എടുത്ത് തളർന്നിരിക്കുന്നു. മോട്ടറി മോൾട്ടി കരയണോട്ടെ. പാവുണ്ട് അല്ലേ? പാവം. അതിന് സ്കൂളിട്ട് കൊടുന്നാ മതിയായിരുന്നു. സെക്ഷൻ ബില്ലിംഗ് സെക്ഷൻ ഈ ചെറിയ കൊണ്ട് കോട്ട എന്ത് മൊബിയും കൊച്ചുമോളും ഞാനും. മുർഷി എവിടെ? മുർഷി അവിടെ പോയില്ലേ? എന്താ പേര്? അയ്യോ വ്ളോഗാണ്. വ്ളോഗില് ഇഷ്ടപ്പെട്ടോ? ഞാൻ എടുക്കട്ടെ വെള്ളം ഒന്ന്. ആ മുർഷിയെ ഇങ്ങനെ 4 ആളെയും കൂട്ടി അപൂർവമായിട്ട് അങ്ങനെ കിട്ടുള്ളൂ. അപൂർവമായി കിട്ടുന്ന 4 പേര്. എവിടെ മടിയെടുക്കുന്നു? ഇപ്പൊ പർച്ചേസ് എങ്ങനെ ഉണ്ടായിരുന്നു? പർച്ചേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം നല്ല രീതിയിലുള്ള പർച്ചേസ്. ഇവിടെ കുട്ടി ഗിഫ്റ്റ് കണ്ട് സാധനങ്ങളൊക്കെ വന്നു. എല്ലാ പർച്ചേസ് ഒക്കെ ടോപ്പ് രീതിയിലുള്ള വെള്ളം കൊച്ചുമോളും പർച്ചേസിംഗിന്റെ പർച്ചേസ് അടിപൊളിയായിരുന്നു. പിന്നെ അപ്പൊ പർച്ചേസ് സൂപ്പർ ആയിട്ടുണ്ട്. ഒരു ഷോപ്പിലത്തെ ഒരു 4 ഷോപ്പിൽ കൂടി കയറാണ്ട്. അപ്പൊ ഇൻഷാല്ലാ എല്ലായിടത്തും നോക്കിയിട്ട് പറയാം. ഇവിടുത്തെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഒരു സംഭവങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കടയിൽ എപ്പോഴും കയറണം, വരണം, വിജയിപ്പിക്കണം. പ്രമോഷൻ പോയിട്ട് എനക്കെന്തെങ്കിലും പറയണ്ട? കായ് എന്താ അതെന്തായാലും പോലോ കായ് എന്തായാലും പോലോ. സാധനം കൊണ്ടുപോകാൻ കായ് കൊടുത്തൊക്കെ തരും. അതെ സാധനങ്ങളൊക്കെ തിരിച്ചു തരും. കുട്ടനെ എടുത്തിട്ടോ? എന്താ എന്നെ കാലാമർത്തിക്കാതെ അങ്ങനെ പൊക്കുമ്പോ അല്ലേ? എന്താ പറയാ, വസ്ത്രം എടുക്കാൻ നടന്ന് തളർന്നിരിക്കുന്ന പുതുമാരൻ. കൊയഞ്ഞ ഇത് വിചാരിച്ചതൊക്കെ എത്ര പെട്ടെന്ന് കിട്ടിയില്ലേ? അതൊക്കെ പെട്ടെന്ന് ടപ്പട്ടപ്പനെ കഴിഞ്ഞ്. ഇവരൊക്കെയാണ് കിട്ടാത്തത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ അവസാനം ഇനി ഉമ്മാക്കൊരു പർദ്ദയും കൂടി എടുക്കാണ്ട്. ആൽബത്തോല് ഇതാ ആ സൈഡ് അതും കൂടി എടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ പോണത്. ബാക്കി ഒരു വിധമൊക്കെ സെറ്റായി. നോക്കിയോക്ക ഉള്ളി കയറി നോക്കിയോക്ക. ഇപ്പൊക്കെ ഷർട്ട് എടുക്കാൻ കയറിയിട്ട് എന്നാ കഴിഞ്ഞ. അങ്ങനെ ഉമ്മാക്ക് കിട്ടിയില്ല, പർദ്ദ കിട്ടിയില്ല. ഞങ്ങൾ അടുത്ത കടയിൽ പോവാണ്. ഉമ്മ ആ കടയിൽ നിന്ന് ഫിക്സ് ആക്കണം കേട്ടാ. കാണാനില്ല ഉമ്മ അടുക്കാന്ന്. ഇപ്പൊ ഒരു പാട്ട് പഠിക്ക. ഫാമിലി പാട്ട്. നമ്മളിങ്ങനെ നല്ലൊരു വെറൈറ്റി പാട്ട്. കടത്ത് തോണിക്കാരനാണ്, കിടത്തം ഈ കടവിലാണ്, കറുകറുത്ത ഞാൻ പലർക്കും കണ്ണിൽ കരടാണ്, എങ്കിലും വെളുത്ത പെണ്ണെ എന്നെ നോക്കി ചിരിച്ചതെന്താണ്, കടത്ത് തോണിക്കാരനാണ്,
കിടത്തം ഈ കടവിലാണ് കറുകറുത്ത ഞാൻ പലർക്കും കണ്ണിൽ കരടാണ് എങ്കിലും വെളുത്ത പെണ്ണെ എന്നെ നോക്കി ചിരിച്ചതെന്താണ് നാടും വീടും ഓർമ്മയില്ല പാടും പാട്ടിൽ ഈണമില്ല ദേഹം നൊന്ത് കിടന്ന് പോയാൽ കൂട്ടിനാളില്ല നാടും വീടും ഓർമ്മയില്ല പാടും പാട്ടിൽ ഈണമില്ല ദേഹം നൊന്ത് കിടന്ന് പോയാൽ കൂട്ടിനാളില്ല എങ്കിലും സ്നേഹമോടെ വന്ന് മധുരം നീ തന്നതെന്താണ് കടത്ത് തോണിക്കാരനാണ് കിടത്തം ഈ കടവിലാണ് കറുകറുത്ത ഞാൻ പലർക്കും കണ്ണിൽ കരടാണ് എങ്കിലും വെളുത്ത പെണ്ണെ എന്നെ നോക്കി ചിരിച്ചതെന്താണ് പ്രോത്സാഹിപ്പിക്കൂ. ഓക്കെ ഓക്കെ അങ്ങനെ പാട്ടും ഒരു വ്ലോഗിലുണ്ട് വരും. താങ്ക് യു. പാട്ടിന് വിളിയാ മതി ഇതല്ലേ സംഭവം എന്ത് അതാ പർദ്ദ കടത്തി അയ്യോ കാണാനില്ലല്ലോ. ആ ദുബായ് പർദ്ദ അതിന്റെ മുമ്പിൽ നിർത്തിയാ മതി. അതാ അപ്പൊ അതിന്റെ ഫ്രണ്ടിലേക്ക് കയറ്റാലോ. ഇതെന്തിന്റെ അല്ലമ്മാക്ക് എടുത്താ. അങ്ങനെ അമ്മക്ക് പർദ്ദ കിട്ടാതെ വീണ്ടും ഞങ്ങൾ അവിടുന്ന് പോന്നു അല്ലേ. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല ചേട്ടാ. അതാണ് അപ്പോ ഇനി അടുത്ത കട ഇനി ഏത് കടയൊക്കെ പോണ്. നമ്മുടെ സൈസ് ഇല്ലാത്ത കാരണല്ലേ പ്രശ്നം. ആ എന്നെ ഗൾഫിൽ നിന്ന് വന്ന് തപ്പി കൊടുത്തുണ്ടാവും. ലാൽമോനെ കുഴഞ്ഞ അങ്ങനെ രാത്രി എല്ലാവരും വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി എല്ലാരും തിരിച്ചു പോകും. അമ്മ നിക്കാബ് കെട്ടി. ഞാൻ ക്ഷീണത്തിലാണ്. നേരം കൊറേ ഇൻഷാ അല്ലാഹ്. കൊച്ചുമോളെ അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നാളത്തെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരണ്ട. ഇനി പെണ്ണുങ്ങൾ ഇരുന്ന് കരയാ. ഇൻഷാ അല്ലാഹ് കല്യാണം കൂടെ ആക്കാം നമുക്ക്. എന്താ അവിടെ ആ ഐശുവിന്റെ ഉമ്മീനെ നോക്കണം. അല്ല എന്റെ കുട്ടറെ ഉമ്മീനെ ഐശുവിന്റെ ഉമ്മീനെ ഇവിടെ ആക്കിട്ട് പോവാ. നല്ല നോക്കണം. താത്തമ്മാനെ കൊണ്ടുപോണില്ലേ? താത്തമ്മാനെ കൊണ്ടുപോണില്ല. എന്നെ കൊണ്ടുപോണില്ല. വലൈക്കും അസ്സലാം. നാളെ വരും. നീ നാളെ വരാം. നാളല്ല മറ്റന്ന് ഇൻഷാ അല്ലാഹ്. മറ്റന്നേ നാളെ ആ വരാ. ബൈ. അല്ല ആടപ്പത് ആടിത് ഇത് ആടിത് എല്ലാരും കേറി. ഇപ്പി മൂബിങ് നേരെ അവിടെ എത്തിണ്ടാവും. ഓക്കെ ബൈ.
ഒന്നിങ്ങോട്ട് നോക്കുമ്പോ എന്താ ഐശുവിന്റെ മുഖം ഇങ്ങനെ ഐശു അല്ല